aspirants, welcome back to Entry Banking. So, 2026 ഡിഗ്രി ഉള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടറിൽ നിങ്ങളെ കാത്ത് ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് 2026 വരാൻ പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ സൂചനയായിട്ട് തന്നെ നമ്മുടെ IBPS 2026 കലണ്ടർ റിലീസ് ആയിട്ടുണ്ട്. കുറേ ഈ വീഡിയോ കാണുന്ന കുറേ ഉദ്യോഗാർത്ഥികൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല എന്താണ് ഈ IBPS കലണ്ടർ എന്നുള്ള കാര്യം. സോ നമ്മുടെ ചാനലിൽ ലൈവിൽ നിങ്ങൾ പോയി നോക്കിയാൽ 2026 IBPS കലണ്ടറിൻ്റെ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും. അതിൽ നോക്കിയാൽ എന്താണ് IBPS കലണ്ടർ എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ഓവർവ്യൂ നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്നാലും ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. നമ്മുടെ 11 നാഷണലൈസ്ഡ് ബാങ്കുകളായിട്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക് പോലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് പ്രൊബേഷണറി ഓഫീസർ ആൻഡ് ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്കറിയാം വളരെ ഫേമസ് ആൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ PO ആൻഡ് ക്ലറിക്കൽ എക്സാമിനേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് സെപ്പറേറ്റ്ലി ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് IBPS കണ്ടക്ട് ചെയ്യുന്ന മേജർ പരീക്ഷകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള PO പ്രൊബേഷണറി ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആൻഡ് ക്ലറിക്കൽ പോസ്റ്റാണ്. നമ്മുടെ ഗ്രാമീൺ ബാങ്ക്, അതായത് കേരളത്തിലെ റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. സോ നമ്മുടെ RRB റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസർ ആൻഡ് ഓഫീസ് അസിസ്റ്റൻസിനെയും കവറപ്പ് ചെയ്യുന്നത് IBPS റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. അപ്പം 2026 IBPS കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ്റെ IBPS PO എക്സാമിനേഷൻ ആയിരിക്കും. ഈ പരീക്ഷയുടെ പ്രിലിംസ് ഓഗസ്റ്റ് മാസത്തിലാണെന്നുള്ളത് നമുക്ക് കലണ്ടർ വന്നപ്പോൾ പക്കായിട്ട് അറിയാൻ സാധിച്ചതാണ്. സോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം ജൂൺ ലാസ്റ്റോട് കൂടി തന്നെ വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അറിയത്തില്ല എന്താണ് ഈ IBPS PO എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി. സോ ഈ IBPS POനെ പറ്റി ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ തരാനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ഈ IBPS PO എന്ന് പറയുന്നത് 11 നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള ഓഫീസർ പോസ്റ്റിൻ്റെ ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതൊരു ഓൾ ഇന്ത്യ എക്സാം ആണ്. ഓൾ ഇന്ത്യ എക്സാം ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ നല്ല രീതിക്ക് ഉള്ളൊരു പരീക്ഷയാണെന്ന് നമുക്ക് പറയാം. ഒരു നാഷണൽ ലെവലിൽ നടക്കുന്ന എക്സാം ആണ്. ഇതിൻ്റെ സെലക്ഷൻ സ്റ്റേജസ് എങ്ങനെയാണ്? പ്രധാനമായിട്ട് 3 സെലക്ഷൻ സ്റ്റേജസ് ആണുള്ളത്. പ്രിലിംസ് ഉണ്ടാവും, മെയിൻസ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ 3 സെലക്ഷൻ സ്റ്റേജസ് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ബാങ്കിൽ പ്രൊബേഷണറി ഓഫീസറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് സ്റ്റേജ് ഇസ് പ്രിലിംസ് എക്സാം. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു പ്രിലിംസ് പരീക്ഷ എഴുതുന്നതെന്നിരിക്കട്ടെ. 100 മാർക്കിലായിരിക്കും പരീക്ഷ നടക്കുക. സോ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 55.75 ആണ് കട്ട് ഓഫ് എങ്കിൽ ഈ കട്ട് ഓഫ് ഓരോ കാസ്റ്റ് കാറ്റഗറി അനുസരിച്ചും വേരി ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ ജനറലിൻ്റെ ആണ്, നിങ്ങൾ സപ്പോസ് ചെയ്യുക ജനറലിൻ്റെ ആണ് ഞാൻ 55.75 എന്ന് പറഞ്ഞതിരിക്കട്ടെ. ചിലപ്പോൾ OBC വരുമ്പോൾ അതൊരു 55 ആയിരിക്കും കട്ട് ഓഫ്, SC ST വരുമ്പോൾ 50 ആയിരിക്കാം. സോ ഇങ്ങനെയാണ് എന്താവുന്നത്, ഇതിൻ്റെ കട്ട് ഓഫ് വേരി ചെയ്ത് വരുന്നത്. ഈ കട്ട് ഓഫ് മാർക്കോ അതിന് മുകളിലോട്ടോ ഉള്ള കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും പ്രിലിംസ് ക്ലിയർ ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അവരെ ആയിരിക്കും IBPS എന്ത് ചെയ്യുക, മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. ആൻഡ് ഇനി മെയിൻസ് എക്സാം നമുക്ക് നോക്കാം. ഈ 10 ലക്ഷം കാൻഡിഡേറ്റിൽ നിന്ന് ഏകദേശം നമുക്കൊരു 50,000 കാൻഡിഡേറ്റ് ആയിരിക്കും പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് ഈ മെയിൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് പോകുന്നുണ്ടാവുക. അപ്പം തന്നെ ഉള്ളൊരു ഫിൽട്രേഷൻ സ്റ്റേജ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ് ടു ദിസ് 10 lakh കാൻഡിഡേറ്റ്സിൽ നിന്ന് 50,000 കാൻഡിഡേറ്റ്സ് ആയിരിക്കും മെയിൻസ് എഴുതാനായിട്ട് സെലക്റ്റഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ജസ്റ്റ് സപ്പോസ് ചെയ്യുക. ആൻഡ് മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ളത് ഇൻ്റർവ്യൂ ആണ്. മെയിൻസ് എക്സാമിനേഷൻ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ആ കട്ട് ഓഫ് മാർക്കിന് മുകളിലുള്ള കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും മെയിൻസിൽ നിന്ന് സെലക്ട് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുക. അത് നമുക്ക് പറയാം ഈ ഒരു 50,000 നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു 10,000 കാൻഡിഡേറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഈ 10,000 പേരായിരിക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെയായിരിക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുക. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പം ഏകദേശം ഒരു 5,000 കാൻഡിഡേറ്റ് ആയിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വരിക. ആൻഡ് വിച്ച് മീൻസ് എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 5,000 വേക്കൻസീസ് ആണ് നമ്മുടെ IBPS POന് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ 5,000 കാൻഡിഡേറ്റ്സ് വരുമ്പോൾ ഈ 5,000 പേരും എന്താണ് ബാങ്കിൽ ജോലി പ്രവേശിക്കാനായിട്ട് സെറ്റാണ്. ഈ 5,000 കാൻഡിഡേറ്റ്സിനെ അവർ
എന്ത് ചെയ്തിട്ടുണ്ടാവും, ജോലിയിൽ കയറിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് നടക്കുന്ന പരീക്ഷയാണ്, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. ഏകദേശം 7 to 8 months പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ അടക്കമുള്ള കംപ്ലീറ്റ് സെലക്ഷൻ പ്രോസസ്സും ഇവിടെ കംപ്ലീറ്റ് ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആൻഡ് വേക്കൻസീസ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഇത്ര വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില ബാങ്കുകൾക്ക് നേരെ നമുക്ക് നോട്ട് റിപ്പോർട്ടഡ് എന്ന് കാണാൻ പറ്റും. ആ നോട്ട് റിപ്പോർട്ടഡ് എന്ന് കൊടുത്തിട്ടുള്ളത് ഈ 8 മാസത്തിൻ്റെ അകത്തുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നോട്ട് റിപ്പോർട്ടഡ് ബാങ്ക് വേക്കൻസീസും ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് അത്രയും കാൻഡിഡേറ്റ്സിനെ കൂടെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. സോ അത്രയും അടിപൊളി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. IBPSൻ്റെ ആണെങ്കിലും SBIയുടെ ആണെങ്കിലും ഈവൻ ഇൻഷുറൻസ് സെക്ടറിൻ്റെ ആണെങ്കിലും വേക്കൻസി ഇത്രയാണെന്ന് പറയുക, അത്രയും കാൻഡിഡേറ്റ്സിനെ തന്നെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഡിഗ്രി ഉള്ള ആസ്പിറൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതിലും വെച്ചിട്ട് അല്ലെങ്കിൽ കിട്ടാവുന്നതിലും വെച്ച് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണിത്. സോ അത്രയാണ് സെലക്ഷൻ സ്റ്റേജസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IBPS കലണ്ടർ വന്നത് വഴി നമുക്ക് 22-23 ഓഗസ്റ്റിലാണ് IBPSPയുടെ ആദ്യ സെലക്ഷൻ സ്റ്റേജ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സാം നടക്കുക. 4th ഒക്ടോബറിലാണ് സെക്കൻഡ് സെലക്ഷൻ സ്റ്റേജ് ആയിട്ടുള്ള മെയിൻസ് നടക്കുക. ഇനി പ്രിലിംസിൻ്റെ പരീക്ഷാ രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രിലിംസ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ്. മെയിൻലി 3 സബ്ജക്റ്റുകളാണ് ഇതിന് വരിക. ഇംഗ്ലീഷ് ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാത്സിന് തന്നെയാണ്. നമുക്ക് മുൻ വർഷങ്ങളിൽ ഒരു പാസ്റ്റ് ഒരു 3 വർഷം നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും പരീക്ഷയുടെ പാറ്റേണിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ചേഞ്ച് വന്നിരിക്കുന്നത് സെക്ഷണൽ ടൈമിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ചേഞ്ച് വന്നിരിക്കുന്നത് ചോദ്യങ്ങളുടെ എണ്ണത്തിലായിരിക്കും, അല്ലെങ്കിൽ ചേഞ്ച് വന്നിരിക്കുന്നത് ചോദ്യങ്ങൾക്കുള്ള മാർക്കിലായിരിക്കും. ഒരു ക്വസ്റ്റിന് ഇത്ര മാർക്ക് എന്നുള്ള ഇതിലാണ് ഇവരിങ്ങനെ ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ കോമ്പറ്റീഷൻ കൂടിക്കൂടി വരികയാണ്. കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഫിൽട്ടർ ചെയ്യണം. ഫിൽട്രേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ടാണ് അവർ കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ചേഞ്ചസ് പാറ്റേണിൽ കൊണ്ടുവരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 30 ചോദ്യങ്ങളാണ്, 30 മാർക്കാണ്. 20 മിനിറ്റ് ടൈം ഉണ്ടാവും ഇംഗ്ലീഷിൻ്റെ സെക്ഷൻ ചെയ്യാൻ. ഇതിനെയാണ് നമ്മൾ സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സെക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇത്ര സമയമുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് സെക്ഷണൽ ടൈമിംഗ്. ആദ്യത്തെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീസണിങ്ങിൽ നിന്നും നിങ്ങളുടെ സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി എന്തിലേക്ക് സ്വിച്ച് ആവും, മാത്സിലേക്ക് സ്വിച്ച് ആവും. ഇവിടെ 35 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. പണ്ട് 35 ചോദ്യങ്ങൾക്ക് 30 മാർക്കായിരുന്നു, പക്ഷേ ഇന്നത് 35 ചോദ്യങ്ങൾക്ക് 30 മാർക്കാണ്. വിച്ച് മീൻസ് QA സെഷൻ എന്താണ്, കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. 35 ചോദ്യങ്ങൾ 30 മാർക്കാണുള്ളത്. ആൻഡ് ടൈമിംഗ് എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ഡ്യൂറേഷൻ ആണ് QA ചെയ്യാനായിട്ട് നിങ്ങൾക്കുള്ള ടൈം. ദെൻ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റീസണിങ് എബിലിറ്റി ആണ്. ഇവിടെ പണ്ട് 35 ചോദ്യങ്ങൾക്ക് എഗെയിൻ 35 മാർക്ക് തന്നെയായിരുന്നു. പക്ഷേ ചേഞ്ച് ഇൻ പാറ്റേൺ വന്നതിന് ശേഷം 35 ചോദ്യങ്ങൾക്ക് 40 മാർക്കാണ്. അപ്പോൾ കുറച്ചുകൂടെ ചില ചോദ്യങ്ങൾക്കൊക്കെ മാർക്കിൻ്റെ വെയിറ്റേജ് കൂടുതലായിരിക്കും. ഇവിടെയും സെക്ഷണൽ ടൈമിംഗ് 20 മിനിറ്റ് ആണ്. ആകെ മൊത്തം 1 മണിക്കൂറിൽ 100 ചോദ്യങ്ങളാണ്. അപ്പോൾ ഏകദേശം ഒരു ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 60 സെക്കൻഡ്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഹാർഡ്ലി ഒരു 35 സെക്കൻഡ്സിനൊക്കെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കേണ്ടി വരും. ഈ ബാങ്ക് എക്സാമിനേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സ്പീഡാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുക. ചുമ്മാ അങ്ങോട്ട് ചെയ്താൽ മാത്രം പോരാ, അത് ആക്യുറേറ്റും ആയിരിക്കണം. കാരണം ഇത് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൊരു എക്സാമാണ്. 1/4 അല്ലെങ്കിൽ 0.25 ആണ് ഇതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ 100% ഉറപ്പാണെങ്കിൽ മാത്രം ആ ആൻസർ മാർക്ക് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ കഴിവതും ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുക, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മെയിൻസ് പാറ്റേൺ. മെയിൻസ് പാറ്റേണിൽ വന്നിരിക്കുന്ന ചേഞ്ചും പണ്ടുണ്ടായിരുന്നതും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ഫോർ യുവർ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. മൂവിങ് ഓൺ ടു ദ മെയിൻസ് പാറ്റേൺ. മെയിൻസും എന്താണ്, ഓൺലൈൻ തന്നെയാണ്. മെയിൻസിലും നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൊരു പരീക്ഷയാണ്. പ്രിലിംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രിലിംസിന് എന്തൊക്കെ സെക്ഷൻ ഉണ്ടായിരുന്നു, മാത്സ് ഉണ്ടായിരുന്നു, റീസണിങ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. ഈ 3 സെക്ഷനും മെയിൻസിലും ഉണ്ട്. പക്ഷേ പ്രിലിംസിൽ വരുമ്പോൾ ചോദ്യങ്ങളുടെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിലായിരിക്കും. മെയിൻസിൽ വരുമ്പോൾ ചോദ്യങ്ങളുടെ ലെവൽ എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലായിരിക്കും വരുന്നുണ്ടാകുക. അപ്പം നമുക്ക് റീസണിങ് നോക്കാം. റീസണിങ്ങിൽ നിന്ന് മുൻപ് 45 ചോദ്യങ്ങൾ 60 മാർക്കിനായിരുന്നെങ്കിൽ ഇപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. 40 ചോദ്യങ്ങൾ 60 മാർക്കിനാണ്. ഈ സെക്ഷൻ ചെയ്യാൻ 50 മിനിറ്റ് ടൈമാണ് നിങ്ങൾക്ക് ഉള്ളത്. ആൻഡ് ഇംഗ്ലീഷിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. 35 ക്വസ്റ്റ്യൻസ് 40 മാർക്സിന് തന്നെയാണ്. 40 മിനിറ്റ് സമയമാണ് ഇംഗ്ലീഷിന് സെക്ഷൻ ചെയ്യാനുള്ളത്. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്
ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് തന്നെയാണ് ഈ സെക്ഷനിൽ പേര് വരാൻ കാരണം. മെയിൻസ് പരീക്ഷയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നിന്നിട്ടാണ്. അതുകൊണ്ടാണ് ഈ സെക്ഷന് DI എന്ന് പേര് വരാൻ കാരണം. 35 ചോദ്യങ്ങളാണ്. പണ്ട് 60 മാർക്കായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 50 മാർക്കേ ഉള്ളൂ. മാർക്കിൻ്റെ വെയിറ്റേജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 45 മിനിറ്റ്, ഏകദേശം 3/4 മണിക്കൂർ നേരം ചെയ്യാനായിട്ട് കിട്ടും. അടുത്തത് ബാങ്കിങ് അവയർനെസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ബാങ്കിങ് അവയർനെസ്സിൽ നിന്നിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. കറണ്ട് അവയേഴ്സ്, കറണ്ട് ഈവൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ മുൻപ് 40 ക്വസ്റ്റ്യൻസിന് 40 മാർക്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ 35 ക്വസ്റ്റ്യൻസിന് 50 മാർക്സ് ആണ്. വിച്ച് മീൻസ് നമുക്ക് എന്താണ് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ നിന്ന്? അതായത് കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്ക് കൂടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് DI ഒന്ന് മാത്സിൻ്റെ സെക്ഷന് കുറച്ചൊരു ഇളവ് വന്നിട്ടുണ്ട്, കാരണം മാത്സിൻ്റെ സെക്ഷനിൽ മാർക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മുടെ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിൽ സെയിം മാർക്സ് തന്നെയാണ്, ക്വസ്റ്റ്യൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ചേഞ്ച് വന്നിട്ടുള്ളത്. ഇത് പ്രിപ്പറേഷനിലിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് മനസ്സിലാവും. DI ചെയ്യാൻ 45 മിനിറ്റ്സ് ടൈമുണ്ട്, കറണ്ട് അഫയേഴ്സ് ചെയ്യാൻ 25 മിനിറ്റ് സമയമുണ്ട്. ആകെ മൊത്തം നമ്മൾ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ 145 ചോദ്യങ്ങൾ 200 മാർക്കിന് 160 മിനിറ്റ് ടൈമാണ് ഉള്ളത്. മുൻപ് നമ്മുടെ പരീക്ഷ 180 മിനിറ്റ്സിലായിരുന്നു, അതായത് ഏകദേശം 3 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 160 മിനിറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് 2 മണിക്കൂറും 40 മിനിറ്റും ആയി സമയം കുറച്ച് കുറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് നമ്മൾ പാസ്റ്റ് പാറ്റേൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ പാറ്റേണിലുള്ള ചേഞ്ച്. ഈ വീഡിയോ ഒരുപാട് മുൻപ് പ്രിപ്പറേഷനിൽ ഇരിക്കുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ കാണുന്നുണ്ടാവും. ചിലപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 1-2 വർഷമൊക്കെ ഗ്യാപ്പ് വന്നിട്ട് അവർ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ അവരൊക്കെ ഈ വീഡിയോ വളരെ ശ്രദ്ധിച്ച് കാണുക, കാരണം പഴയ പാറ്റേൺ അല്ല, പാറ്റേണിൽ ചേഞ്ച് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിച്ച് പറയുന്നത്. സോ ഡു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ആൻഡ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഈ പറഞ്ഞ അപ്ഡേറ്റഡ് പാറ്റേണിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഈ മെയിൻസ് എക്സാമിനേഷൻ്റെ കൂടെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയും നടക്കുന്നുണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ഇംഗ്ലീഷിലായിരിക്കും, essay ഉണ്ടായിരിക്കും, ലെറ്റർ റൈറ്റിംഗ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക തന്നെ ചെയ്യണം. 2 ചോദ്യങ്ങളാണ്. essayയിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകാം, ലെറ്റർ റൈറ്റിംഗിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകാം. 25 മാർക്കാണ്, 30 മിനിറ്റ് ആണ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ 30 മിനിറ്റ് ടൈം ഡ്യൂറേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഈ 160 മിനിറ്റ് കൂടാതെ യു ഹാവ് 30 മിനിറ്റ്സ് മോർ. 160 മിനിറ്റ് കൂടാതെ 30 മിനിറ്റ്സ് ഉണ്ടാവും. 2 ചോദ്യങ്ങളുണ്ടാവും. 25 മാർക്കാണ് 2 ചോദ്യത്തിനും കൂടെ ഉണ്ടാകുക. ഓക്കെ, 30 മിനിറ്റ്സും ഉണ്ടാവും. സോ ഇതാണ് മെയിൻസിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പരീക്ഷാ രീതി അല്ലെങ്കിൽ മെയിൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ മെയിൻസ് ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും. ഇൻ്റർവ്യൂവിൽ പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻ്റർവ്യൂവിൽ ചെക്ക് ചെയ്യുന്നത്. ഇൻ്റർവ്യൂവിൽ ഹൗ കോൺഫിഡൻറ്റ് യു ആർ, നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായാലും ഇൻ്റർവ്യൂ സെക്ഷനിൽ ചെക്ക് ചെയ്യും എന്നുള്ള കാര്യം ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ്. കോൺഫിഡൻസ് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഹൈലി നിങ്ങൾ പ്രിപ്പയർഡ് ആയതുകൊണ്ട് തന്നെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള, വിച്ച് മീൻസ് ബാങ്കിങ് റിലേറ്റഡ് കറണ്ട് അഫെയർ, ന്യൂസസ് ഫ്രം ഇക്കണോമി, അതുപോലെ തന്നെ RBI റിലേറ്റഡ് ന്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാം. ബാങ്കിൻ്റെ വർക്കിംഗ് പ്രോസസ്, അതുപോലെ തന്നെ ബാങ്കിലെ ഇമ്പോർട്ടൻറ്റ് ടേംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സിറ്റുവേഷണൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ലൈക്ക് ബാങ്കിൽ വെനെവർ സിറ്റുവേഷൻ ഓർ എ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾ അതിനെ എത്ര സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു ഓഫീസർ ലെവൽ പോസ്റ്റിലേക്കാണ്. സോ ഒരു സിനാരിയോ വരുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾ എന്ത് ഡിസിഷനാണ് എടുക്കുക എന്ന്, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് അളക്കുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അത് പറയണം, ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാങ്കിലെ പ്രോസസ്സും കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്കൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ അത്രയാണ് IBPSൻ്റെ ഓവറോൾ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കോണ്ടൻസ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ലൈക്ക് എന്ത് കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, കോണ്ടൻറ്റ് ക്ലാസ്സസ് ആണോ, എല്ലാം നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്. സോ നിങ്ങൾക്ക് കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ എൻട്രിയിൽ ഈ പറഞ്ഞ IBPS POൻ്റെയും അതുപോലെ തന്നെ എല്ലാ എക്സാംസിൻ്റെയും ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും
ഡൗട്ടുകളുണ്ട്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ റിലേറ്റഡോ പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള എന്ത് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോളിലൂടെ പോകുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഞാൻ ഈ ബോർഡിൽ എഴുതിയേക്കുന്ന 7736122215 എന്ന നമ്പറിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ നമ്പറാണ്. അവർ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇറ്റ്സ് മീ അമിഷ സൈനിങ് ഓഫ്. താങ്ക് യു.